അരുണം സ്കൂൾ ഓഫ് മിസ്റ്റിസിസം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജ്യോതി ശാസ്ത്രം, അസ്ട്രോളജി കേവലം വിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അപ്പുറം അസ്ട്രോളജി ഒരു മഹത്തായ സയൻസാണ്, ശാസ്ത്രമാണ്. അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നുള്ള തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള തർക്കങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ അതിൻ്റെ വഴിയെ വിട്ടേക്കുക. നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ മുന്നേറുവാനും വിജയിക്കുവാനും കരകയറുവാനും ഒക്കെ നമ്മെ സഹായിക്കുന്ന ഒരു അറിവ്, ഒരു ജ്ഞാനമാണ്, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവാണ് ജ്യോതിശാസ്ത്രം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ചൊവ്വ എന്ന ഗ്രഹത്തിലേക്ക് ജ്യോതിശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ കണ്ടിന്യൂ ആയിട്ട് കണ്ടുവരുന്നവർക്കൊക്കെ തന്നെ ചൊവ്വയെക്കുറിച്ചുള്ള, ചൊവ്വയുടെ DNA കണക്ടിവിറ്റിയെ കുറിച്ചുള്ള അറിവുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലിലെ പ്ലേലിസ്റ്റ് DNA അസ്ട്രോളജി എന്ന പ്ലേലിസ്റ്റ് പരിശോധിക്കുക. അതിൽ ഒട്ടേറെ വീഡിയോകൾ, അത് ചൊവ്വയുടെ DNA മാത്രമല്ല, മറ്റ് പല ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ 27 നക്ഷത്രങ്ങളുടെ DNAകളെ കുറിച്ചുള്ള ധാരാളം അറിവുകൾ പങ്കുവച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടു. അക്കൂട്ടത്തിൽ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ നാം നേരത്തെ ചൊവ്വയുടെ നക്ഷത്രങ്ങൾ, DNA നക്ഷത്രങ്ങൾ പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. ഏതൊക്കെയാണ് ചൊവ്വയുടെ DNAയിൽ വരുന്ന നക്ഷത്രങ്ങൾ? കാർത്തിക, പൂരം, മൂലം, കൂടാതെ രേവതി നക്ഷത്രങ്ങൾ. 4 നക്ഷത്രങ്ങൾ. ഈ 4 നക്ഷത്രങ്ങൾ വീണ്ടും ഓരോ വീഡിയോകളിലും ആവർത്തിക്കുകയാണെങ്കിലും ഇവിടെ ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ ജന്മനക്ഷത്രമായിട്ടോ, അല്ലെങ്കിൽ ലഗ്നം നിൽക്കുന്ന, ലഗ്നാധിപൻ പോയി നിൽക്കുന്ന നക്ഷത്രം, ലഗ്നം നിൽക്കുന്ന നക്ഷത്രം, അങ്ങനെ വിധി, മതി, ഗതി എന്നിവ ആയിട്ട് കണക്റ്റഡ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് 6ാം ഭാവം, ഏതൊരു ഗ്രഹനിലയിലെ 6ാം ഭാവമോ 6ാം ഭാവ അധിപനോ ഈ പറയുന്ന നക്ഷത്രങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുകയാണെങ്കിൽ ഈ അറിവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിഷയത്തിലേക്ക് വരാം. കാര്യം ഞാൻ ഇത്രയും മെല്ലെ അല്ലെങ്കിൽ സ്ലോയിൽ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പലരുടെയും ഉള്ളില് ഒരു വൈബ്രേഷൻസ്, എന്താ സാറിന് വിഷയത്തിലേക്ക് പെട്ടെന്ന് വന്നുകൂടെ, പെട്ടെന്ന് പറഞ്ഞു തീർത്തുകൂടെ, എന്താണ് ഇത്ര താമസം, മന്ദത, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്ന് തുടങ്ങി ഒട്ടേറെ ആരോപണങ്ങൾ അല്ലെങ്കിൽ കമന്റ്സുകൾ വരാറുണ്ട്. വിഷമമില്ല അതിലൊന്നും തന്നെ. ഓരോന്നും ഓരോ വിഷയങ്ങളും അവതരിപ്പിക്കുമ്പോൾ, പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അവതരണ രീതി തീർച്ചയായിട്ടും ആവശ്യമാണ്. അത് ആവശ്യപ്പെടുന്നു, ആ വിഷയം ആവശ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തില് ചില വലിച്ച് നീട്ടമൊക്കെ ഉണ്ടാവുന്നത്. എങ്കിലും മാക്സിമം അരമണിക്കൂർ ഒക്കെയാണ് ആ വലിച്ചു നീട്ടൽ നീളുക. ഇതും അല്പം അത്രയൊന്നും പോകില്ല, വളരെ ചുരുക്കി തന്നെ നമുക്ക് പറഞ്ഞു തീർക്കാം. കാര്യം എല്ലാവർക്കും തിരക്കാണ്, വളരെയധികം സ്പീഡാണെന്ന് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ആർക്കും ഒരുപാട് നേരമൊന്നും തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ കേട്ടിരിക്കുവാനുള്ള ക്ഷമയൊന്നും തന്നെ ഇല്ല. ക്ഷമയില്ലാത്ത ഒരു ലോകത്താണ് നാം ഇപ്പോൾ. വേഗത വളരെ വളരെ കൂടിപ്പോയിരിക്കുന്നു. സ്പീഡാണ്, എന്തിനും ഏതിനും സ്പീഡാണ്. ആരും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല, കാലവും കാത്തു നിൽക്കുന്നില്ല. ചൊവ്വ, വേഗത, അതാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം. സ്പീഡ് എന്ന് പറയുമ്പോൾ അത് ചൊവ്വയാണ്, അല്ലെങ്കിൽ ചലന ശേഷിയെ കുറിക്കുന്ന ഗ്രഹമാണ്
ചൊവ്വ. നമുക്കിപ്പോൾ കൈകൾ ചലിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് നടക്കണമെങ്കിൽ, എനിക്ക് ഓടണമെങ്കിൽ, എനിക്കൊരു വാഹനം ഓടിക്കണമെങ്കിൽ അവിടെ ചൊവ്വയുടെ എനർജി ആവശ്യമാണ്. എന്തിനേറെ പറയുന്നു, നമുക്ക് ഈ ഭൂമിയിലേക്ക് വരണമെങ്കിൽ തന്നെ ഒരു മനുഷ്യജീവനായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവജാലവുമായിട്ടോ ഇവിടേക്ക് വരണമെങ്കിൽ തന്നെ ചൊവ്വയുടെ എനർജി കൂടിയേ തീരൂ, ആ വേഗത കൂടിയേ തീരൂ. അല്പം ക്ഷമിക്കുക, വിഷയത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേഗത എന്ന് പറയുന്ന വിഷയം നല്ലതാണ് പല വിഷയങ്ങളിലും, അല്ലെ? വേഗത ആവശ്യമായിട്ട് വരുന്ന ഘട്ടങ്ങളുണ്ട്. നമ്മെ ഒരു മൃഗം വേട്ടയാടാൻ ഓട്ടിക്കുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു നായ, ഒരു പട്ടി നമ്മെ ഓട്ടിക്കുന്നു, അല്ലെങ്കിൽ പട്ടി കുരച്ചുകൊണ്ട് നമുക്ക് നേരെ വരുന്നു, ഓടി രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ കല്ലെടുത്തെറിയണം, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ചെയ്യണമല്ലോ. ഓക്കെ, ഓടി രക്ഷപ്പെടണം. എന്ത് വേണം? വേഗം വേണം, സ്പീഡ് വേണം. അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടുമൃഗങ്ങൾ ആക്രമിക്കാൻ വരുന്നു, ഓടുക തന്നെ ശരണം. അപ്പൊ അതിനൊക്കെ തന്നെ നമുക്ക് ആ വേഗത അല്ലെങ്കിൽ ചൊവ്വയുടെ എനർജി വേണം. അവിടെ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ സാവധാനം, മന്ദം മന്ദം, എന്താണ് പട്ടി കുരച്ചുകൊണ്ട് നമുക്ക് നേരെ പാഞ്ഞു വരികയാണ്. മന്ദം മന്ദം പോയാൽ മതിയോ? എങ്കിൽ പട്ടിക്ക് സൗകര്യമായി, അല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സിറ്റുവേഷൻസ് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് അനുസരിച്ച് കൊണ്ടാണ് ഓരോ ഗ്രഹങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ഉപയോഗവും പോസിറ്റീവായിട്ടുള്ള ഉപയോഗവും നമ്മളിൽ സംഭവിക്കുന്നത് എന്നത്. സിറ്റുവേഷൻസ് അതിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ ചൊവ്വയുടെ ആ നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയപ്പോൾ അതൊരു കുടുംബ ജീവിതത്തിലെ വേഗതയൊന്നും തന്നെ അത്ര നല്ലതല്ല. എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ പട്ടാളക്കാരനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെക്യൂരിറ്റി സർവീസ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ തീർച്ചയായിട്ടും അത് അനിവാര്യമാണ്, അല്ലെങ്കിൽ കായിക മേഖലകളിൽ അനിവാര്യമാണ്. അതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഇന്ന് നമുക്ക് ഏതൊരു വിഷയത്തിലും ഒരു ജോലിക്ക് കൃത്യസമയത്ത് എത്തണമെങ്കിൽ, ഓഫീസിൽ എത്തണമെങ്കിൽ വേഗം ഓടിയേ പറ്റൂ. ഒരു വാഹനം, ഒരു തീവണ്ടി കൃത്യസമയത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വളരെ വേഗം തന്നെ അതിലേക്ക് എത്തണം. അത് 8 മണിക്കാണ് ട്രെയിൻ സമയമെങ്കിൽ 7:59 ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം, അല്ലേ? എന്നിട്ടൊരു ഓട്ടമാണ്, എന്നിട്ടൊരു പാചകമാണ്, 1 മിനിറ്റേ ഉള്ളൂ, ബാക്കി ബാലൻസ് സമയമില്ല. അപ്പൊ അങ്ങനെ തിരക്കുകൾ, ആ ഒരു വേഗത എന്നൊക്കെ പറയുമ്പോൾ നമുക്കിന്ന് നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഞാനിപ്പോ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വളരെ സ്ലോയിലാണ്, പെട്ടെന്ന് പറഞ്ഞു തീർക്ക്. യെസ്. അപ്പോൾ നമ്മുടെ വാഹന ഉപയോഗത്തിൽ നമുക്ക് തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വാഹനം ഉപയോഗിക്കുന്നവരാണ്, ഉപയോഗിച്ചിട്ടുള്ളവരാണ്, ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. സ്വന്തമായിട്ട് വാഹനമുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച്, അല്ലേ? അതും ഇല്ലാതെ നമുക്ക് പറ്റില്ല. അത് സ്കൂട്ടർ ആയിക്കൊള്ളട്ടെ, കാർ ആയിക്കൊള്ളട്ടെ, മറ്റേതൊരു വാഹനം ആയിക്കൊള്ളട്ടെ. റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും, തീർച്ചയായിട്ടും, സംശയമില്ല. അതായത് നമ്മൾ റോഡിലൂടെ ഒരു സ്കൂട്ടറിൽ പോവുകയാണെന്ന് കരുതുക, ഒരു സ്കൂട്ടറിൽ പോകുകയാണ് എന്ന് കരുതുക. അങ്ങനെ പോകുന്നു, നോർമൽ ലെവലിൽ പോകുന്നു. സ്പീഡാണോ കുറവാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തണം, നമ്മുടെ കാര്യങ്ങൾ നടക്കണം, ആ ഒരു ചിന്തയിൽ ഇങ്ങനെ മുന്നേറുന്നു. പെട്ടെന്ന് നമ്മുടെ പിന്നിൽ നിന്നും ഒരു വാഹനം, ഏതോ ഒരു വാഹനം ഹോൺ അടിക്കുന്നു, നല്ലതുപോലെ ഹോൺ അടിക്കുന്നു, വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു. എന്നിട്ട് അത് നമ്മൾ സൈഡ് ഗ്ലാസ്സിൽ കൂടെയൊക്കെ നോക്കി, ഒരു കാറാണ്, ശരി ആയിക്കോട്ടെ പോട്ടെ, നമ്മളൊന്ന് സൈഡ് ഒതുക്കി. സൈഡ് ഒതുക്കുമോ ഒതുക്കാതിരിക്കുമോ അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാനത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ആ വാഹനം നമ്മെ വെട്ടിച്ച് ഒന്ന് കയറി പോകുന്നു എന്ന് കരുതുക. എവിടെയൊക്കെയോ ഒരു വെട്ടിപ്പിൽ എന്തോ ഒരു തകരാറുള്ളത് പോലെ, എന്തോ എന്നെ ഒന്ന് ആക്കിയതുപോലെ, അല്ലെ? അങ്ങനെയാണ് നമ്മളെ നാട്ടുഭാഷയിൽ ആക്കിയതുപോലെ, അല്ലെ? എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, അവ എന്നെ തോൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് പോലെ. അവന് ധാരാളം സ്ഥലം ഉണ്ടായിരുന്നല്ലോ പോകുവാനായിട്ട്, ഓവർടേക്ക് ചെയ്യാനായിട്ട്. എന്തിനു ഹോൺ അടിച്ച് ശല്യം ചെയ്ത്, എന്താണ് എന്നെ ഡിസ്റ്റർബ് ചെയ്ത്, ഞാൻ സൈഡിലേക്ക് ഒതുക്കുവാൻ വേണ്ടി എന്താണ് വെട്ടിച്ച്, എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ എന്റെ മുന്നിൽ കയറി വെട്ടിച്ചൊക്കെ എന്തോ ഒരു ഇടങ്ങേറുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ. അത്ര നല്ല ലക്ഷണമല്ലല്ലോ. അങ്ങനെ വിട്ടാ പറ്റില്ല, അവനെ നമുക്ക് അങ്ങനെ വിട്ടാ പറ്റില്ല. അവൻ എന്താണ് മത്സരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, അത് എന്നോട്. എന്താണ് 100-120 കിലോമീറ്റർ സ്പീഡിലൊക്കെ കുതിച്ചു പായുന്ന എന്നോടാണ് ഈ മത്സരം. സ്പീഡ് ആയിക്കോട്ടെ, അവനെ തോൽപ്പിച്ചിട്ട് തന്നെ കാര്യം. വെച്ചു പിടിക്കുന്നു, ആ കാറിന്
മുൻപിൽ കയറുവാനായിട്ട് അല്ലെങ്കിൽ കാറിന്റെ പിന്നിലൂടെ പായുകയാണ്. മത്സര ബുദ്ധി, മത്സരമുണ്ടാകുന്നു അവിടെ. ഇവിടെയാണ് ആ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ആ ഒരു വാഹനം ഓവർടേക്ക് ചെയ്ത് കയറുമ്പോഴാണ്, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് കയറി പോകുന്നത് നമുക്ക് ഡിസ്റ്റർബായി തോന്നുന്ന നിമിഷം ചൊവ്വയുടെ എനർജി വർക്ക് ചെയ്യുന്നു. നിങ്ങളിൽ ആ ഒരു ചിന്തകൾ വരുന്നു. നിങ്ങളിൽ മത്സര ബുദ്ധി ഉണ്ടാകുന്നു. മത്സരവും ചൊവ്വയാണ്. സ്പീഡ് മാത്രമല്ല, മത്സരവും ചൊവ്വയാണ്. അങ്ങനെ ആ മത്സരത്തിന്റെ ആയിട്ടുള്ള ഒരു പിരിമുറുക്കം നിങ്ങളിലേക്ക് വന്നു. നിങ്ങളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി ആ വാഹനത്തെ, കാറിനെ പിന്തുടരുന്നു, അതിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ട്. നല്ല സ്പീഡിലായി. കാറിന്റെ വേഗം നമുക്കറിയാം, കാറൊക്കെ നല്ല രീതിയിൽ ഓടുന്നു. മെയിൻ റോഡാണ്, NH ആണെന്ന് കരുതുക. നിങ്ങൾ വെച്ച് പിടിക്കുന്നു പുറകില്ലേ, രക്ഷയില്ല. വല്ലാത്ത സ്പീഡാണ്. വീണ്ടും വീണ്ടും ആക്സിലറേറ്റർ കൂട്ടി കൊടുത്തുകൊണ്ട് കയറി പോവുകയാണ്. ഒന്നും അറിയുന്നില്ല. നിങ്ങളുടെ ചിന്ത വീണ്ടും വീണ്ടും പിരിമുറുക്കം കൂടുന്നു. അവൻ എന്താണ് ഫ്രണ്ടിൽ നിന്നുകൊണ്ട് കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുന്നു. എനിക്ക് മുമ്പിലോട്ട് കയറാൻ സാധിക്കുന്നില്ല. ബൈക്കിൽ പോകുമ്പോൾ എനിക്ക് മുമ്പിലോട്ട് കയറാൻ സാധിക്കുന്നില്ല. അവൻ വെട്ടിക്കുന്നു. അവൻ അത്ര അഹങ്കാരമോ? അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അവൻ ആരാണെന്ന് അറിയണമല്ലോ. അവൻ അത്ര വലിയ ഉസ്താദാണ്. അവൻ ആരെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. വീണ്ടും മാക്സിമം എങ്കിലും വീണ്ടും എടുക്കുകയാണ്. കൊടുത്ത് കയറി പോകുന്നു. യെസ്, ഇവിടെ ചൊവ്വ എന്ന് പറയുന്ന ആ ഗ്രഹത്തിന്റെ പവർ നല്ലത് തന്നെയാണല്ലേ? നല്ലതാണോ മോശമാണോ? അങ്ങനെ കൊടുത്തു പോകുന്നതിനിടയ്ക്ക് അതാ കാറിന് തൊട്ട് പിന്നിലെത്തി ബൈക്ക്. മുമ്പിലേക്ക് കയറുവാനായി. തീർച്ചയായിട്ടും കയറാമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ബൈക്ക് വെട്ടിക്കുന്നു. സഡൻ, ഓൺ ദ നിമിഷം എതിരെ മറ്റൊരു ചൊവ്വ വരുന്നുണ്ടായിരുന്നു. ആ ചൊവ്വ ആകുന്ന മനുഷ്യൻ ഓട്ടിച്ചിരുന്നത് ഒരു ലോറി ആയിരുന്നു എന്ന് കരുതുക. അതും മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കയറി വന്നതാണ്. മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്ത് വന്നതാണ്. കാറുകാരൻ എന്താണ് അവിടെ പണി കൊടുത്തു ഡ്രൈവർക്ക്. അങ്ങനെ ഡ്രൈവർ എന്ത് ചെയ്യും? ആ ലോറി കൊണ്ട് വെട്ടിച്ച് കയറിങ്ങി പോന്നു. നേരെ ബൈക്കുകാരൻ കൊണ്ട് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും, അല്ലെ എന്ത് സംഭവിക്കാം? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപകടം, ആക്സിഡന്റ് കാരകത്വവും ചൊവ്വയ്ക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന 3 വിഷയങ്ങൾ: ഒന്ന് വേഗത, സ്പീഡ്, മത്സരം, അപകടം. ഇത് മൂന്നും ചൊവ്വയുടെ കാരകത്വത്തിൽ വരുന്നു. അപ്പോൾ ചൊവ്വയുടെ DNA ദോഷം നമ്മളിൽ കൂടുതലായാൽ എന്താണ് സംഭവിക്കുക? അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ പോയിന്റാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്, ഒരു വാഹനത്തിന്റെ സ്പീഡുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളിൽ അത് എങ്ങനെയായിരിക്കും ഈ ചൊവ്വയുടെ DNA ദോഷം വർക്ക് ചെയ്യുക? ആ ബൈക്ക് സാധാരണ ലെവലിൽ ഓട്ടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ, നിങ്ങളെ മത്സരിക്കുവാനായിട്ട് ഒരാളെ ലഭിക്കുമ്പോഴാണ്, ജീവിതത്തിൽ മത്സരിക്കുവാനായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മത്സരിക്കാനായിട്ട് ഒരു എതിരാളി, ഒരു ശത്രു ഉണ്ടാകുമ്പോഴാണ് ചൊവ്വ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് അർത്ഥം. അത് നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ വളരെ നെഗറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവനെ അപകടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ സഞ്ചരിക്കുമെന്നർത്ഥം. നെഗറ്റീവ് ആണെങ്കിൽ, DNA ദോഷം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ. എല്ലാവരും ചൊവ്വയുടെ എനർജി ഉള്ളവരാണ്. പക്ഷേ നെഗറ്റീവായി മാറിയവർ, അതിന്റെ DNA ദോഷമുള്ളവര് പെരുമാറുക സ്വാഭാവികമായിട്ടും ഈ രീതിയിലായിരിക്കും. അവർക്ക് അപകടം സംഭവിക്കും തീർച്ചയായിട്ടും. ഇനി അത് ക്രിട്ടിക്കൽ ആകുമോ അല്ലയോ എന്നുള്ളതാണ് അടുത്ത വിഷയം. അവിടെ രാഹുവിന്റെ DNA കൂടി ചേർന്ന് ആ വ്യക്തിയിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ അപകടം വളരെ ക്രിട്ടിക്കലായി മാറുവാനുള്ള ചാൻസസ് കൂടുതലാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ആ വാഹനം ഓടിക്കുമ്പോൾ രാഹുവിന്റെ എനർജി കൂടി ഈ വ്യക്തിക്ക് ഉണ്ടെന്ന് കരുതുക. ഞാൻ പറഞ്ഞതുപോലെ ആ സ്പീഡ് എടുക്കുന്നു, മത്സരബുദ്ധി ഉണ്ടാകുന്നു, സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി ആക്സിലറേറ്റർ കൊടുത്ത് മുന്നേറുന്നു. പക്ഷെ ആ നിമിഷം അദ്ദേഹത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട്, ചെവിയിൽ ഉള്ളിലിരുന്ന ഏതൊരു എനർജി അല്ലെങ്കിൽ ഏതൊരു ശക്തി അല്ലെങ്കിൽ ആരോ പറയുന്നു, അവനെ അങ്ങനെ വിട്ടുകൊടുക്കരുത്, അവ അത്ര നല്ലതല്ല, അവൻ എന്താ വെട്ടിച്ച് പോകുന്നു, അവൻ നിന്നെ കാണിക്കാൻ വേണ്ടിയാണ്, അവൻ ഭയങ്കര അഹങ്കാരമാണ്, അവന്റെ അഹങ്കാരം തീർത്തു കൊടുക്കണം എന്ന് ഇങ്ങനെ ഒരാൾ പറയുന്നു എന്ന് കരുതുക. അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, വളരെ രസകരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും ഈ സിറ്റുവേഷൻ ഞാൻ പറയുവാനായിട്ട്. അതായത് എല്ലാവർക്കും അറിയാവുന്ന സിനിമയാണ് ജയസൂര്യയുടെ ആട് എന്ന് പറയുന്ന സിനിമ, അല്ലെ? നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. വളരെയേറെ ചിരിച്ച അല്ലെങ്കിൽ സന്തോഷിച്ച ഒരു സിനിമയാണ്. ആ സിനിമയിൽ ഒരു സീനുണ്ട്. സാക്ഷാൽ നമ്മുടെ അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വരുന്ന
സർബത്ത്, സാക്ഷാൽ സർബത്തും, പിന്നീട് ആരാണ് സാത്താനും, അല്ലെ? ഇവർ രണ്ടുപേരെ വാഹനങ്ങളിൽ ഇരുവശത്ത് നിന്നും നേർക്ക് നേരെ വരുന്ന ഒരു സീനുണ്ട് ആ ചിത്രത്തിൽ. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. അപ്പൊ അവര് രണ്ടുപേരും വാഹനം ഓടിക്കുന്നു. കൂടെ അവരുടെ സുഹൃത്തുക്കളുണ്ട്. പോലീസുകാരൻ, മറ്റൊരു പോലീസുകാരനുണ്ട്. ഈ സാത്താന് മറ്റൊരു സാത്താന്റെ കൂട്ടുകാരനുണ്ട്. ഇവര് അടുത്തിരുന്നു കൊണ്ട് ഈ കൂട്ടുകാരന്മാര് എന്താണ് ഇവരെ ഒന്ന് എരി കയറ്റുന്നുണ്ട്, അല്ലെ? നമ്മുടെ നാട്ടുഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എരി കയറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? ചേട്ടാ, വിട്ടുകൊടുക്കരുത്, നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം, അല്ലെ? ചേട്ടാ, വിട്ടുകൊടുക്കരുത്, നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. അവൻ പറയും, ഞാൻ ആരാ പുള്ളി, അല്ലെ? ഞാൻ ആരാ പുള്ളി. അവൻ വിചാരിക്കും എന്താണ്, നേർക്ക് നേരെ വരികയാണ്. നേർക്ക് നേരെ പോകുമ്പോൾ അവൻ വിചാരിക്കും ഞാൻ വെട്ടിച്ചു മാറ്റുമെന്ന. ഞാൻ ആരാ പുള്ളി, ഞാൻ അങ്ങനെ വെട്ടിച്ചു മാറ്റത്തൊന്നുമില്ല, നമുക്ക് കാണാലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഓരോ പോയിന്റോടുകൂടി നേർക്ക് നേരെ പോവുകയും എന്ത് സംഭവിക്കുന്നു? ആരെങ്കിലും വെട്ടിക്കുന്നുണ്ടോ? ആരെങ്കിലും പിന്മാറുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നു, അല്ലേ? ഇവിടെ എന്താണ്? ആ കൂടെ ഇരുന്ന് പറഞ്ഞില്ലേ, ചേട്ടാ അങ്ങനെ വിട്ടുകൊടുക്കരുത് അവനെ, ചേട്ടൻ ആരെന്ന് കാണിച്ചു കൊടുക്കണം, ഇത് രാഹു. അപ്പൊ രാഹുവിന്റെ എനർജി ഉള്ളവർക്ക് അങ്ങനെ ഒരു മോട്ടിവേഷൻ കൂടി ഉള്ളിൽ നിന്ന് കിട്ടും. മോട്ടിവേഷൻ എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, നെഗറ്റീവോ പോസിറ്റീവോ, എന്തായാലും അങ്ങനെ ഒരെണ്ണം കിട്ടും. അതുകൂടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ ചൊവ്വയുടെ കൺട്രോൾ പോകും. ഒട്ടും കൺട്രോൾ ഇല്ല, അല്ലെങ്കിലും സ്പീഡാണ്, കൺട്രോൾ ഇല്ലായ്മയാണ്. ഇതുകൂടി ചേരുമ്പോൾ അത് അപകടം വളരെ വർദ്ധിക്കുകയും അങ്ങനെ ഒരു സിറ്റുവേഷൻ, രാഹു പ്ലസ് ചൊവ്വ DNA കോമ്പിനേഷൻ വരികയാണെങ്കിൽ, രാഹുവിന്റെ നക്ഷത്രങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. പൂയം നക്ഷത്രം, വിശാഖം നക്ഷത്രം, ചതയം നക്ഷത്രം. അപ്പോൾ അതിന്റെ DNA കണക്ടിവിറ്റികൾ കൂടി ചേർന്ന് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു വേഗത കൊണ്ട്, അല്ലെങ്കിൽ സ്പീഡ് കൊണ്ട്, അല്ലെങ്കിൽ മത്സരം കൊണ്ട് അപകടം ഏത് അവസ്ഥയിൽ എത്താം, ക്രിട്ടിക്കൽ അല്ലെങ്കിൽ എന്താണ് വിസ കിട്ടുമെന്നർത്ഥം. അപ്പൊ അങ്ങനെ വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകാൻ ഈ DNA വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സാഹചര്യം കൂടുകയാണ്. എന്തുകൊണ്ട് ഇത്രയും ഈ വിശദാംശങ്ങൾ ഇത്രത്തോളം ഡീപ്പായി മാറി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആശയത്തെ മനസ്സിലാകുവാനാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു വ്യക്തി, DNA, ചൊവ്വയുടെ DNAയും രാഹുവിന്റെ DNAയും ചേർന്ന് വരുന്ന വ്യക്തികൾ സ്വാഭാവികമായിട്ട് എന്താണ് വേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, നമ്മൾ അങ്ങോട്ട് ചോദിക്കാറുണ്ട്, എന്ത് പരിഹാരം ചെയ്യണം, എവിടെ വഴിപാട് ചെയ്യണം, ഏത് പൂജ ചെയ്യണം, എന്തായാലും എവിടെ പോയി ദർശനം നടത്തിയില്ല, എവിടെ പോയി തൊഴുതാലും പരിഹാരം കിട്ടും എന്നുള്ളത്. ചിന്തിച്ചു നോക്കൂ. ഇവിടെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങളിൽ ചൊവ്വയുടെ നെഗറ്റീവ് ദോഷമുണ്ട്, നിങ്ങളിൽ രാഹുവിന്റെ നെഗറ്റീവ് ദോഷമുണ്ട് എന്ന് കരുതുക. നിങ്ങൾ ഒരു വാഹനം ഓടിക്കുന്നു എന്ന് കരുതുക, ഓടിക്കാതെ നമുക്ക് രക്ഷയില്ല, ഓടിക്കുന്നു എന്ന് കരുതുക, ജീവിക്കാൻ വേണ്ടിയോ ജീവിക്കാതിരിക്കാൻ വേണ്ടിയോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഓടിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾക്ക് ദോഷമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥ വരുവാനായിട്ട് സാധ്യത 200% ഉണ്ട് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഇത് പ്രഡിഷൻ അല്ല, പ്രവചനമല്ല, അത് ആസ്ട്രോളജറാണ് യൂട്യൂബിലൂടെ അങ്ങനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നൊന്നും നിങ്ങൾ പരാതിപ്പെടേണ്ടതില്ല. ഇത് ആ എനർജിയെ കുറിച്ചുള്ള പഠനമാണ്, നിങ്ങളുടെ എനർജിയെ കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചുള്ള ബോധവൽക്കരണമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ എന്താണ് വേണ്ടത്? അത്തരത്തിലുള്ള പരിഹാരങ്ങൾക്ക് അത് ആകാതിരിക്കാം. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത്? ഈ അറിവല്ലേ, ഈ തിരിച്ചറിവല്ലേ. എന്താണ്? നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു വാഹനം പിന്നിൽ നിന്നും നിങ്ങളെ പ്രൊവോക്ക് ചെയ്താൽ അത് കയറി പൊയ്ക്കൊള്ളട്ടെ, അല്ലേ? അത് അതിന്റെ പാട്ടിന് പൊയ്ക്കൊള്ളട്ടെ. നമുക്ക് നമ്മുടെ ലക്ഷ്യമാണ്, ജീവിതമാണ്, ജീവിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഒരു ജോലിക്ക് പോകുന്ന ജീവിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ജീവിക്കണം, എനിക്കൊരു കുടുംബമുണ്ട്, ഭാര്യയും മക്കളുമുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട്, അവരെ നോക്കണം. ഞാൻ ഇല്ലാതായാൽ അവർക്ക് ആരുമില്ല. അപ്പോൾ ശ്രദ്ധിച്ച്, അവൻ പോകുന്നേ പൊക്കോട്ടെ, അവ അവന്റെ കാര്യം. ഞാൻ ശാന്തമായിട്ട് എന്റെ കാര്യത്തിന് വേണ്ടി പോകുന്നു, ലക്ഷ്യത്തിലെത്തും, തീർച്ചയായിട്ടും ലക്ഷ്യത്തിലെത്തും. ഞാൻ സാവധാനം സഞ്ചരിച്ച് ശരിയായ രീതിയിൽ വാഹനം ഓടിച്ചാൽ ഞാൻ ലക്ഷ്യത്തിലെത്തും. എനിക്ക് എന്റെ ജോലി ചെയ്യാൻ സാധിക്കും, എന്റെ ജോലി ചെയ്യുക, അതാണ് എന്റെ പ്രധാന ലക്ഷ്യം. അല്ലാതെ കണ്ടവന്റെ പുറകെ ഓടുകയല്ല. ആവശ്യമില്ലാത്തതിനു വേണ്ടി മത്സരത്തിന്, ആവശ്യമില്ലാത്ത മത്സരം വേണ്ട. അപ്പൊ അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ അത് നമ്മൾ എവിടെയെങ്കിലും വഴിപാട് കൊടുത്താലാണോ ഉണ്ടാവുക? ഞാൻ തെറ്റു പറയുന്നതല്ല, കുറ്റം പറയുന്നതല്ല. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലാണ് മാറ്റം വേണ്ടത്. നിങ്ങളുടെ ഈ അറിവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വഭാവത്തിലാണ് മാറ്റം വരുത്തേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും അതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട്, അത് വിധിയോ മറ്റോ എന്തോ തന്നെ ആയിട്ടുള്ളൂ, അതൊക്കെ എങ്ങനെ പൊക്കോട്ടെ. നമ്മൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് എന്താണ് നമുക്ക് ഒരുപാട് മുന്നറിയിപ്പുകൾ റോഡുകളിൽ നൽകുന്നുണ്ട്. ഒരുപാട് സൈൻ ബോർഡുകൾ നമ്മൾ കാണുന്നു, ഹമ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയും ചെയ്യുന്നു, അതിനുള്ള ട്രെയിനിങ് നൽകുന്നു.
അപ്പോൾ അതൊക്കെ എന്തിനാണ്? നമുക്ക് വേണ്ടി തന്നെയാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും നമ്മൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകാൻ, ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പൊ ശ്രദ്ധയോടെയാണ് ജീവിതത്തിൽ മുന്നേറേണ്ടതെന്ന് അർത്ഥം. അത് ജ്യോതിശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ അവിടെ വേണ്ടത് ശ്രദ്ധയാണ്. അതിനെയാണ് നമ്മൾ ചൊവ്വയെ അല്ലെങ്കിൽ രാഹുവിനെ പോസിറ്റീവ് ആക്കുക എന്ന് DNA അസ്ട്രോളജിയിൽ പരിഹാരമായിട്ട് പറയുന്നത്. പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക, അതേ ഉള്ളു രക്ഷ. നിങ്ങളിൽ ആ എനർജി ഉണ്ട്, അത് തേച്ചാലും മാച്ചാലും ഒന്നും പോകില്ല. അതിനെ ശ്രദ്ധയോടെ അറിഞ്ഞ് ഉപയോഗപ്പെടുത്തിയാലേ നമുക്ക് വിജയിക്കാം. ഇല്ലെങ്കിൽ അപ്പോൾ ഇതാണ് അവിടെ പരിഹാരം. വേറെ ഒരു പരിഹാരവും ഇല്ല. ഈ പരിഹാരം ചെയ്താൽ നന്നായി. ശ്രദ്ധിച്ച് ഓട്ടിക്കുക വാഹനം. മോട്ടോർ വാഹന വകുപ്പല്ല പറയുന്നത്. അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. അതും ചൊവ്വ തന്നെയാണ്, ചൊവ്വയും രാഹുവും തന്നെയാണ് അവിടെയും നിങ്ങൾക്ക് വേണ്ടി ഉപദേശം നൽകുന്നത്. ചൊവ്വയും രാഹുവും പോസിറ്റീവായതാണ് ട്രാഫിക് പോലീസ്. അപ്പൊ അതുപോലെ ശ്രദ്ധയോടെ നമ്മൾ നമ്മുടെ ഉള്ളിലെ ചൊവ്വയെ രാഹുവിനെ ട്രാഫിക് പോലീസാക്കി മാറ്റുക. സ്വയം രക്ഷപ്പെടാം, ജീവിക്കാം. ജീവിക്കാൻ വേണ്ടിയല്ലേ നെട്ടോട്ടം ഓടുന്നത്. മറക്കാതിരിക്കുക. ചൊവ്വ പ്ലസ് രാഹു, അതാണ് ചൊവ്വ പ്ലസ് രാഹു DNA ദോഷത്തിന്റെ ചില പോയിന്റുകളാണ് ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. വേഗത വന്നവർ ചിലപ്പോൾ നിർത്തിയിട്ട് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പകുതിയെങ്കിലും കണ്ടിട്ട് കമന്റ് ഇടും, എന്താണ് എനിക്ക് അല്പം മോശമായിട്ടൊക്കെ വിളിച്ചുകൊണ്ട് വിഷമമില്ല. പക്ഷെ ഇത് അറിഞ്ഞവർ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ അറിവ് എത്തുകയും നിങ്ങൾ വാഹനം ഓടിക്കാൻ, ഇനി വാഹനവുമായിട്ട് നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ വീഡിയോ ഉണ്ടാവുകയും എൻ്റെ വാക്കുകൾ ഉണ്ടായാൽ ആ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും നിങ്ങൾ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുകയും നിങ്ങൾ സുരക്ഷിതരായിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതാണ് വലുത്. എനിക്ക് അതാണ് വേണ്ടത്. മറ്റൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. അതിനൊന്നും ഞാൻ ചെവി കൊടുക്കുന്നില്ല. അത് എന്നെ പാട്ടിന് വിട്ടേക്കുന്നു. അങ്ങനെ അത്തരത്തിലുള്ള അപമാനങ്ങളൊന്നും തന്നെ എനിക്കൊന്നുമല്ല. കാര്യം എനിക്കറിയാം നിങ്ങളും ഞാനും ഒന്നാണ് എന്ന്. നമ്മൾ ആത്മാക്കളാകുന്ന എല്ലാം ഒന്നാണ്, എല്ലാം ബ്രഹ്മമാകുന്നു എന്ന മഹത്തായ സത്യത്തെ അറിയുന്നു. അതുകൊണ്ട് തന്നെ വിഷമമില്ല അങ്ങനെ പറയുന്നവർക്ക് പറയാം. പക്ഷെ അപ്പോഴും മനസ്സിലാക്കും അങ്ങനെ നിങ്ങളെ പറയിപ്പിക്കുന്നതും ചൊവ്വയുടെ DNA ദോഷമാണ് എന്നുള്ളത്, ചൊവ്വയുടെ രാഹുവിന്റെ DNA ദോഷമാണ് എന്നുള്ളത്. ഓക്കെ, അതിനെ പോസിറ്റീവ് ആക്കാനായിട്ട് മാക്സിമം നമുക്ക് പരിശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. എന്ത് വേണം? ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. അത് വാഹനമായാലും ശരി, നമ്മുടെ ഈ ശരീരമായാലും ശരി. ശരീരവും ഒരു വാഹനമാണ്. നമ്മുടെ ആചാര്യന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഈ ശരീരമാകുന്ന വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രകൻ മാത്രമാണ് ആത്മാവ്. യെസ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ചെറിയൊരു മെസ്സേജ് കൂടി പാസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ പൂർണ്ണതയിലേക്ക് എത്താം. സ്കൂളുകൾ തുറന്നിരിക്കുന്നു. കുരുന്നുകൾ തീർച്ചയായിട്ടും റോഡിലേക്ക് ഇറങ്ങുന്ന അവസരമാണ്. സ്കൂളിന്റെ മുമ്പിലൊക്കെ തന്നെ വളരെ എപ്പോൾ വേണമെങ്കിലും സ്കൂൾ വിടുന്ന സമയങ്ങളിലൊക്കെ തന്നെ അവർക്കറിയില്ല നമ്മുടെ വേഗതയും വാഹനങ്ങളുടെയും അതിന്റെ സ്പീഡിനെ കുറിച്ചും അതിനപ്പുറമുള്ള മരണങ്ങളെ കുറിച്ചൊന്നും കുഞ്ഞുങ്ങൾക്കറിയില്ല. നമുക്ക് ശ്രദ്ധിക്കാം. വാഹനം ഓടിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കാം. ആ കുരുന്നുകളുടെ രക്ഷയെ കരുതി, നമ്മുടെ രക്ഷയെ കരുതി, നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയെ കരുതി, അങ്ങനെ ഒത്തിരി കുടുംബങ്ങളുടെയും ആശ്രയമായിട്ടുള്ള ഒരുപാട് കുരുന്നുകൾ, അല്ലെങ്കിൽ നാളെ ആശ്രയമായി മാറേണ്ട കുരുന്നുകളുടെ രക്ഷയ്ക്ക് വേണ്ടി കൂടി നമുക്ക് ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കാം. അങ്ങനെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ജീവിതത്തിലും മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു പ്രതിജ്ഞ ഞാൻ എൻ്റെ ചൊവ്വയെയും രാഹുവിനെയും പോസിറ്റീവാക്കി മാറ്റിയിരിക്കും. എൻ്റെ സ്വഭാവം മാറ്റിയിട്ടായാലും ശരി, എൻ്റെ ശ്രദ്ധ കൊടുത്തിട്ടായാലും ശരി, എൻ്റെ നേച്ചറിൽ മാറ്റം വരുത്തിയിട്ടായാലും ശരി, എന്ത് കുന്തമായാലും ശരി, ഞാൻ മാറ്റം വരുത്തിയിരിക്കും. ഞാൻ ശരിയായ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തിയിരിക്കുമെന്ന് ഉറച്ച ദൃഢ നിശ്ചയം എടുത്തുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാം. അടുത്ത വീഡിയോ വരെ തൽക്കാലം വിട ചൊല്ലുന്നു. നിങ്ങളുടെ സ്വന്തം മാസ്റ്റർ അരുണാചലം, അരുണ സ്കൂൾ ഓഫ് മിസ്റ്റിസിസം.